ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഫിറ്റ്നസ് ചാലഞ്ചായിട്ട് മെറൈൻ ഡ്രൈവിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു വർക്കൗട്ട് കൊടുക്കും. അതൊരു 12 റെപ്സ് ചെയ്യുന്നവർക്ക് നമ്മൾ 500 പ്രൈസായിട്ട് കൊടുക്കും. ഇനി നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ ചലഞ്ച് ചെയ്യാനുള്ള പാർട്ടിസിപ്പൻസിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ പേരും സ്ഥലവും ഒന്ന് ചോദിച്ചു നോക്കാം. പറഞ്ഞോ. ഞാൻ അസ്ലം, മലപ്പുറം. ആശിഷ്, എവിടെ നിന്ന്? കോഴിക്കോട്. ഓസ്റ്റിൻ, എവിടെ നിന്നാണ്? തൃശ്ശൂർ. റിദ്വാൻ, എവിടെ നിന്നാണ്? കണ്ണൂർ. അപ്പോൾ ആര് കൊണ്ടുപോകുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഇവിടെ നിന്ന് ഇത് പോവും. ഓക്കെ, മാക്സിമം ഡൗൺ അടിച്ചു. ഓക്കെ, ഓക്കെ. ആ എടാ, ഒരു കോമ്പിനേഷൻ വർക്കൗട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അറ്റംപ്റ്റ് ചെയ്ത് നോക്ക്, കുഴപ്പമില്ല. നിങ്ങൾ ഈ പ്രായത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഏത് പ്രായത്തിൽ ചെയ്യാൻ നടക്കണേ? ഓക്കെ, അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഗ്ലൗസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓസ്റ്റിൻ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോണാണ്. 1. ഓക്കെ, അടിച്ചോ. 2. ഓക്കെ, 2. ഓക്കെ, 10. 3. ഓക്കെ, അടിച്ചോ. 3. ഓക്കെ, അടിച്ചോ. 4. ഓക്കെ, അടിച്ചോ. ഓക്കെ, 4. അടിച്ചോ. റിലാക്സ് ചെയ്തടിക്ക്. ഓക്കെ, റിലാക്സ്. ആട്ടം വരുന്നുണ്ട്. ആട്ടം സ്റ്റോപ്പ് ചെയ്യാതെ പറ്റില്ല. ആടല്ലേ. ഈ പ്രായത്തിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രായത്തിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറ്റംപ്റ്റ് ചെയ്യുക? ശരിയല്ലേ? എത്ര വയസ്സുണ്ട് ഇപ്പോൾ? 19 വയസ്സിലൊക്കെ ഇതൊക്കെ ചെയ്യേണ്ടതാണ്. 1. മുട്ടട്ടെ. മുട്ടട്ടെ. ഇവിടെ ഒന്ന് മുട്ടണം കേട്ടോ. ഓക്കെ, 2. ആ താഴേക്കോട്ടെ. ആ 3. ഓക്കെ, മുട്ടട്ടെ. ഓക്കെ, 4. ഓക്കെ, പൊങ്ങിയില്ല. 4. വെള്ളക്കോട്ടെ. ചിന്ന മേളി പോണം. പോട്ടെ. 4 പോയി. 4 പോയി. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. യെസ്, ചെയ്തല്ലോ. ഇത്ര ചെയ്തില്ലേ, അത് തന്നെ വലിയ കാര്യം. അപ്പൊ നമ്മളെ മൂന്നാമത്തെ പാർട്ടിസിപ്പന്റ് വന്നിട്ടുണ്ട്, റിദ്വാൻ ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. യെസ്, സ്റ്റാർട്ട് ചെയ്തു. 1. യെസ്. 2. പറഞ്ഞേ. 2. കമോൺ. 2. രണ്ടാമത്തെ അടിച്ചു. യെസ്. 3. പൊങ്ങട്ടെ. 3. യെസ്. 3. യെസ്. 4. 4 പോയി. സാറില്ല, നമ്മൾ ചോക്ലേറ്റ് കൊടുക്കുന്നതായിരിക്കും. ആരാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ 4ാമത്തെ പാർട്ടിസിപ്പൻ്റ് ആണ് അസ്ലം. അപ്പോൾ എവിടെ നിന്നാണ്? മലപ്പുറം. തകർക്കാൻ വേണ്ടി പോണാണ്. 12 എണ്ണം. യെസ്, സ്റ്റാർട്ട് ചെയ്തു. 1. താഴോട്ട്. 2. ഇറങ്ങട്ടെ. 2. ഓക്കെ, 3. ഓക്കെ, 4. പോട്ടെ. ഓക്കെ, 5. ഓക്കെ, പോട്ടെ. കുറച്ചുകൂടി പൊങ്ങണം. 6. ഓക്കെ, 6. പതിയെ കിടക്കുക. ഹാങ് ചെയ്യുന്നു. 6. 6ാമത്തെ അടിക്കാൻ വേണ്ടി പോകുന്നു. ട്രൈ ചെയ്യുന്നു. യെസ്. 6ാമത്തേൽ പോയി. അപ്പോൾ നമ്മളുടെ 4 പാർട്ടിസിപ്പൻസും നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളവർക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നതായിരിക്കും. ഇയാളാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഓസ്റ്റിനാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത്. അപ്പോൾ ഓസ്റ്റിന് ചോക്ലേറ്റ്. യെസ്. അസ്ലം ചോക്ലേറ്റ് കൊണ്ട് 6 എണ്ണം അടിച്ച് 1 കൂടി അടിച്ചെങ്കിൽ കൂളായിട്ട് 500 കൊണ്ട് പോകായിരുന്നു. ലാസ്റ്റ് മൊമെന്റിൽ കളഞ്ഞു അത്. ഓക്കെ, ഒരാളും കൂടി ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടാവും. ഞാൻ ചോക്ലേറ്റ് വേണം നിനക്കില്ല. യെസ്. അപ്പോൾ നമ്മൾ 4 പേർക്കും ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. യെസ്, താങ്ക് യു ഗൈസ്. നിന്നെ കൊണ്ട് ഞാൻ എന്തായാലും അടുപ്പിക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് റെഡിയാക്കാം. അത് കഴിഞ്ഞിട്ട്. ഓക്കെ, റോളിംഗ് അല്ലേ ടോണി? ഓക്കെ, ഹായ് ഗൈസ്. അപ്പോൾ നമ്മളെ 2ാമത്തെ ടീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ വെച്ചിട്ട് അടുത്ത ചലഞ്ചിലേക്ക് പോകണേണ്. അപ്പോൾ ആ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് മുഹമ്മദ് സിനാൻസ്,
കുറച്ച് ഒച്ചത്തി പറയാമോ? എൻ്റെ പേര് സിനാൻ. ഓക്കെ, എവിടെ നിന്ന് വരുന്നത്? ഞാൻ മലപ്പുറം. മലപ്പുറം, യെസ്. രണ്ടാമത്തെ മലപ്പുറംകാരനാണ്. ആദ്യത്തിൽ ഒരു മലപ്പുറംകാരൻ ഉണ്ടായിരുന്നത്. ലാസ്റ്റ് വരെ അടിച്ച് പുള്ളി 5ാമത്തേലും പോയി. ഓക്കെ, പറഞ്ഞോ. അമൽ വിനാഥ്. അമൽ എവിടെ നിന്ന് വരുന്നത്? ആലപ്പുഴ. അമലൊരു ഗിറ്റാറൊക്കെ ആയിട്ട് ഇവിടെ എന്താണ് മെറൈൻ ഡ്രൈവിൽ എല്ലാവരെയും പാടി ഹാപ്പി ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങടേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് പിടിച്ച് കയറ്റിയത്. ഓക്കെ, പറഞ്ഞോ. എൻ്റെ പേര് ആൽബിൻ. ആൽബിൻ എവിടെ നിന്ന് വരുന്നത്? കോട്ടയം. ആൽബിൻ അടിക്കും എന്നുള്ളതാണ് നമ്മുടെ അല്ല, രണ്ടുപേരും അറ്റംപ്റ്റ് ചെയ്യണം ഏതായാലും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകണേ. അപ്പോൾ ഇദ്ദേഹമാണ് ആദ്യത്തെ അറ്റംപ്റ്റ് നടത്താൻ വേണ്ടി പോകുന്നത്. ഞാനപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. അത് അതേപോലെ ആ ഫോമിൽ ഒന്ന് ചെയ്ത് പോയാൽ മതി. പുള്ള പഠിക്കുമ്പോൾ അറിയാമല്ലോ, നിങ്ങൾ ഫോം തെറ്റില്ല. ഓക്കെ, മറ്റേത് അടിക്കാൻ നേരത്ത് കാല് മടങ്ങിപ്പോവും. മാക്സിമം മടക്കാതെ അടിക്കുക. കോമ്പിനേഷനാണ് 12 എണ്ണം മതി. ഓക്കെ, പോയില്ലേ? ഡൗൺ ചെയ്തു. ഇവിടെ നിന്ന് ഇതുണ്ടോ ലെഗ് എടുത്ത്. ഓക്കെ 1 ഇതുണ്ടോ. ഓക്കെ 2 1 യെസ്. നല്ല സ്റ്റൈലും പുള്ളപ്പ്. വരട്ടെ ആടല്ലേ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. ഓക്കെ 2 പറ്റില്ല. അപ്പോൾ പുള്ളി അറ്റംപ്റ്റ് ചെയ്തു. പുള്ളപ്പ് നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. ആബ്സിൻ്റെ ആ ഒരു വർക്കൗട്ടിലാണ് പോയത്. അപ്പോൾ നമ്മൾ എന്താണ് അത് സാറില്ല. ഇതിപ്പോൾ ഒരു സംഭവം പഠിച്ചില്ലേ, അടുത്ത പ്രാവശ്യം നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ ഒരു കോമ്പിനേഷൻ വർക്കൗട്ടാണ്. ഒരു പുള്ളപ്പ് വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ വേറൊരു കോമ്പിനേഷൻ വരുന്നുണ്ട്. 12 എണ്ണം അടിച്ചാൽ മതി. ഓക്കെ, അവർ പറഞ്ഞ് നിങ്ങൾ അടിക്കുമെന്ന് എന്തായാലും ഉറപ്പിച്ചു പറഞ്ഞാൽ. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. ആ പുള്ളപ്പിക്കലേ അടിക്കല്ല. ഓക്കെ, അപ്പോൾ കാണിച്ചു തരാം, സംഭവം കാണിച്ചു തരാം. ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, എത്ര വയസ്സുണ്ട്? 21. എല്ലാവരും വരുന്നവരെല്ലാവരും 20, 21. അപ്പോൾ എന്തായാലും അടിക്കണം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ടോണി പോലോ. പേരെന്താണെന്ന് പറഞ്ഞത്? അശ്വന്ത്. എവിടെ നിന്ന് സ്ഥലം? കണ്ണൂർ. അപ്പോൾ അത് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണേ. യെസ്. അടിക്കുമ്പോണ്ടല്ലോ സ്വിങ് ചെയ്ത് കഴിഞ്ഞാൽ പോക്കാണ്. സ്വിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ പറ്റില്ല. മനസ്സിലാവും എന്താ പറഞ്ഞെന്നുള്ളത്? അതായത് നമ്മൾ ഈ സാധനം കാല് പൊക്കുമല്ലോ, കാല് പൊക്കുമ്പോൾ കാണിച്ചു തരാം, ജസ്റ്റ് കാണിച്ചു തരാം. അയ്യോ, കാല് പൊക്കുമ്പോൾ ഈ ആട്ടം വന്ന് പോയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇവിടെ നിന്ന് പൊക്കാൻ പണിയായിരിക്കും. ഓക്കെ, അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും സ്റ്റില്ലിൽ പോവുക. ഓക്കെ, സ്റ്റില്ലിൽ പോയിട്ട് ഇവിടെ നിന്ന് പതിയെ പൊക്കിയെടുക്കുക. ഓക്കെ, അങ്ങനെ നോക്കിയാൽ അല്ലെന്നാണെങ്കിൽ നേരത്തെ പിള്ളേർ അടിച്ചപ്പോൾ ആടിപ്പോയി, അതുകൊണ്ടാണ് പറഞ്ഞത്. യെസ്, ഇപ്പം ആക്കി തരാം. ഒരു മിനിറ്റ്. ഓക്കെ, കമോൺ. 1 പുള്ളപ്പല്ലേ ഫസ്റ്റ് പുള്ളപ്പ്. യെസ്, 1 ഡൗൺ. ഓക്കെ, ലെഗ് റൈസ് ചെയ്യുക. പതിയെ അടിച്ചോ. പറഞ്ഞ കൂടി. റൈസ്. യെസ്, ആദ്യമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരാൾ ചെയ്തു. 2 യെസ്. 2 കമോൺ. 3 രണ്ടെണ്ണം നല്ല ക്ലീൻ ആയിരുന്നു. നല്ല ക്ലീൻ ആയിട്ടാണ് 2 ഇത് പോയത്. യെസ്, അടിപൊളിയായിരുന്നു. സൂപ്പർ. ഇപ്പോൾ പോരാ, ചോക്ലേറ്റ് ആയിട്ട് പോരാ. ആരാ പറഞ്ഞത്? യെസ്, വരൂ സഹോദര. എന്താ പേരെന്താ? ആദില്. എവിടെ സ്ഥലം? എവിടെ? ഞാൻ ഇവിടെ കോതമംഗലം. വർക്കൗട്ടൊക്കെ ചെയ്യാറുണ്ടോ? ഹോം വർക്കൗട്ട് വളരെ നല്ല കാര്യമാണ്. ജിമ്മിൽ നല്ലതാണ് ഹോം വർക്കൗട്ട്. അപ്പോൾ അടുത്ത അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോണേ. അടിക്കും എന്ന് ശുഭപ്രതീക്ഷയോടെ ട്രൈ ചെയ്താൽ മതി. കമോൺ, ബാ. സ്വിങ് ചെയ്ത് പോരുത് കേട്ടോ. സ്വിങ് ചെയ്താൽ ഞാൻ ഇപ്പോൾ അവന് പറഞ്ഞു കൊടുത്തില്ല. സ്വിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് കിട്ടില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, 12 എണ്ണം. 6 പുള്ളപ്പ്, മറ്റേത് 6 എണ്ണം. ഓക്കെ, ലെഗ് പൊക്കുക, ഇവിടെ ടച്ച് ചെയ്യുക. ഓക്കെ, ട്രൈ ചെയ്തു. യെസ്, 1 നല്ല ക്ലീൻ പുള്ളപ്പായിരുന്നു. ഓക്കെ, യെസ് 1. ഓക്കെ, ഡൗൺ ആവട്ടെ. 2 യെസ്, കൊള്ളാം, അടിപൊളി. യെസ്, ക്ലീൻ ആയിരുന്നു, അടിപൊളി. 3 യെസ്, ക്ലീൻ. പോട്ടെ, അടിപൊളി. യെസ് 4. ഓക്കെ, യെസ്, താഴേക്ക് വരട്ടെ. ഓക്കെ 4 യെസ്, പൊങ്ങട്ടെ. 4ാമത്തെ താഴേക്കൊന്ന് എടുക്കുക. അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ താഴേക്ക് റെസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, യെസ്, റെസ്റ്റിങ്ങിലാണ്. 4ാമത്തത് പോകാൻ വേണ്ടി പോകുന്നു. യെസ്, 4ാമത്തെ പൊങ്ങട്ടെ. യെസ്, സപ്പോർട്ട് കൊടുത്തില്ല. ഓക്കെ, ഇനി അടിക്കുമ്പോൾ കുറച്ച് ഇതായിരിക്കും, അത് നോക്കുക, ട്രൈ ചെയ്യുക. ഓക്കെ, യെസ്, 4ാമത്തത് ടോട്ടച്ച് ചെയ്യാൻ വേണ്ടി പോണേ. പുള്ളപ്പ് അടിച്ചു എന്നിട്ട് അടുത്തതിൽ പോയാൽ മതി എന്നാൽ. യെസ്. അഞ്ചാമത്തേൽ ഇതായി, ഫെയിലായി. ഓക്കെ, എന്നാലും വളരെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ആ ടോട്ടച്ച് നല്ല ക്ലീൻ ആയിരുന്നു. ഓക്കെ, പലരുടെയും ടോട്ടച്ചാണ് പോകുന്നത്. അത് നല്ല ക്ലീനായിട്ട് 5 എണ്ണം പോയി. അടിപൊളി അറ്റംപ്റ്റ് ആയിരുന്നു. യെസ്, താങ്ക് യു. വെൽക്കം. അപ്പോൾ ഗൈസ്,
നമ്മുടെ മൂന്നാമത്തെയും ടീമൊക്കെ വന്നിട്ട് അറ്റംപ്റ്റ് ചെയ്തു. വളരെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. നല്ല രീതിയിൽ എല്ലാവരും തന്നെ പെർഫോം ചെയ്തു. അപ്പോൾ എല്ലാവർക്കും നമ്മൾ സ്നേഹത്തിൻ്റെ പുറത്ത് എന്താണ് വരുന്നത്? ചോക്ലേറ്റ്. ഡയറി മിൽക്ക് ചോക്ലേറ്റ് കൊടുത്ത് ഇവരെ സന്തോഷിപ്പിക്കുന്നതാണ്. ഓക്കെ, ഞാൻ അടുത്തോളാം. ഒരെണ്ണം ചെറുതാണ്, അപ്പോൾ നിങ്ങൾ ഒടിച്ചെടുക്കേണ്ടി വരും. 3 പേർക്കും. ആർക്കാണ് ചെറുത്? ഭയങ്കര ഇതാണല്ലോ ചോക്ലേറ്റ് ചെറുത്. ആരാന്ന് വെച്ചെടുത്തോ എന്നാ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ പിടിച്ച് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു വർക്കൗട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഇതൊക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ ഏജിലൊക്കെ ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ ഏജിൽ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഏജിലൊക്കെ തന്നെ ഇതേപോലെയുള്ള ബോഡി വെയിറ്റ് വർക്കൗട്ട്, എസ്പെഷ്യലി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡിയോവാസ്കുലർ ഹെൽത്ത്, അതായത് ഹാർട്ടിൻ്റെ ലങ്സിൻ്റെ ഒക്കെ കപ്പാസിറ്റി, എൻഡ്യൂറൻസ് നല്ലതായിട്ട് ഇത് കൂട്ടും. ഓക്കെ, ജിമ്മിൽ പോയി വെയിറ്റ് പൊക്കുന്ന പോലെയല്ല, അതിനും വളരെ അഡ്വാൻറ്റേജ് ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കൗട്ട്സിലേക്ക് മീൻസ് ഗ്രൗണ്ട് അല്ലെങ്കിൽ ബോഡി വെയിറ്റ് വർക്കൗട്ട് കൂടുതലായിട്ട് ഇൻവോൾവ് ആവുക. ഓക്കെ, അപ്പോൾ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. സൂപ്പർ, താങ്ക് യു. എന്ത് പറ്റി? അത് ശരിയാണ്, അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു. കുഴപ്പമില്ല, പതി ഡെവലപ്പ് ആയിക്കോളും. പിടിച്ചിട്ടൊരു ഇതല്ലേ. അപ്പോൾ താങ്ക് യു. യെസ്, താങ്ക് യു. യെസ്, അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണതാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. യെസ്.